അധ്യായം 6. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് പുറപ്പെട്ടതിന്റെ 480 സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയ വീതിക്കൊത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിന്റെ മുൻവശത്ത് 10 മുഴം വീതിയുമുള്ളതായിരുന്നു. അവൻ ആലയത്തിന് ജാലമിണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി. മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിത് അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും മൂന്നാമത്തേത് 7 മുഴവും വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ ആലയത്തിന്റെ ചുറ്റും പുറമേ ഗളം പണിതു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. താഴത്തെ പുറവാരത്തിന്റെ വാതിൽ ആലയത്തിന്റെ വലതുഭാഗത്തായിരുന്നു. ചുഴൽ കോവണിയിൽ കൂടെ നടുവിലെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ നിന്ന് മൂന്നാമത്തെ പുറവാരത്തിലേക്കും കയറാം. അങ്ങനെ അവൻ ആലയം പണിതു തീർത്തു. ദേവദാരു തുലാങ്ങളും ദേവദാരു പലകയും കൊണ്ട് ആലയത്തിനെ മച്ചിട്ടു. ആലയത്തിന്റെ ചുറ്റുമുള്ള തട്ടുകൾ 5 മുഴം ഉയരത്തിൽ അവൻ പണിതു. ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു. ശലോമോനെ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ, നീ എന്റെ ചട്ടങ്ങളെ ആചരിച്ച് എന്റെ വിധികളെ അനുസരിച്ച് എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടന്നാൽ ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എന്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ശലോമോൻ ആലയം പണിതു തീർത്തു. അവൻ ആലയത്തിന്റെ ചുവർ അകത്തെ വശം ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെ അവർ ആലയത്തിന്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു. ആലയത്തിന്റെ നിലം സരളപ്പലക കൊണ്ട് തളമിട്ടു. ആലയത്തിന്റെ പിൻവശം 20 മുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഉൾവശം പണിതത്. അന്തർമന്ദിരത്തിന്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് 40 മുഴം നീളമുണ്ടായിരുന്നു. ആലയത്തിന്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴികളും വിടർന്ന പുഷ്പങ്ങളും കുത്തുപണിയായിരുന്നു. എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു. കല്ല് അശേഷം കാണുവാനുണ്ടായിരുന്നില്ല. ആലയത്തിന്റെ അകത്ത് യഹോവയുടെ നിയമപ്പെട്ടവും വയ്ക്കേണ്ടതിന് അവനൊരു അന്തർമന്ദിരം ചമച്ചു. അന്തർമന്ദിരത്തിന്റെ അകം 20 മുഴം നീളവും 20 മുഴം വീതിയും 20 മുഴം ഉയരവും ഉള്ളതായിരുന്നു. അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു മരം കൊണ്ടുള്ള ധൂപപീഠവും പൊതിഞ്ഞു. ആലയത്തിന്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിന്റെ മുൻവശത്ത് വിലങ്ങനെ പൊൻചങ്ങല കൊളുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ അവൻ ആലയം ആസകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിനുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൽ അവൻ ഒലിവുമരം കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെയും ഉണ്ടാക്കി. ഒരു കെരൂബിന്റെ ഒരു ചിറക് 5 മുഴം, കെരൂബിന്റെ മറ്റേ ചിറക് 5 മുഴം. ഇങ്ങനെ ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ 10 മുഴം. മറ്റേ കെരൂബിനും 10 മുഴം. കെരൂബ് രണ്ടിനും അളവ് ആകൃതിയും ഒന്നു തന്നെ. ഒരു കെരൂബിന്റെ ഉയരം 10 മുഴം, മറ്റേ കെരൂബിനും അങ്ങനെ തന്നെ. അവൻ കെരൂബുകളെ അന്തരാലയത്തിന്റെ നടുവിൽ നിർത്തി. കെരൂബുകളുടെ ചിറക് വിടർന്നിരുന്നു. ഒന്നിന്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു. ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു. കെരൂബുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തി ഉണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ അന്തർമന്ദിരത്തിന്റെ വാതിലിന് ഒലിവുമരം കൊണ്ട് കതകുണ്ടാക്കി. കുറുമ്പടിയും കട്ടളക്കാലും ചുവരിന്റെ 5-ൽ ഒരു അംശമായിരുന്നു. ഒലിവുമരം കൊണ്ടുള്ള കതക് 2-ലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നു പൊതിഞ്ഞു. കെരൂബുകളിലും ഈന്തപ്പനകളിലും പൊന്നു പൊതിഞ്ഞു. അവണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിന് ഒലിവുമരം കൊണ്ട് കട്ടളയുണ്ടാക്കി. അത് ചുവരിന്റെ 4-ൽ ഒരംശമായിരുന്നു. അതിന്റെ കതക് 2-ഉം സരളമരം കൊണ്ടായിരുന്നു. ഒരു കതകിന് 2 മടക്ക് പാളിയും മറ്റേ കതകിന് 2 മടക്ക് പാളിയും ഉണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്നു പൊതിഞ്ഞു. അവനകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് 3 വരിയും ദേവദാരു കൊണ്ട് 1 വരിയുമായിട്ട് പണിതു. 4-ാം ആണ്ട് സീവ് മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ ബൂൽ മാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃകപ്രകാരമൊക്കെയും പണിത് തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട്
അത് പണിതു തീർത്തു.